ഹായ് ഗായ്സ്, വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക കോമേഴ്സിലോട്ടോ അക്കൗണ്ടൻസിയിലോട്ടോ ഒക്കെ ആദ്യമായി വരുന്നവർക്കായിരിക്കും. സോ നമുക്കൊരു പിക്ചർ കാണാം. ഈ പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? കുറേ റോക്സ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ഏതൊക്കെ ടൈപ്പുള്ള റോക്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ കളറുള്ള റോക്സ് ഉണ്ട്, ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആണ് കൂടുതലുള്ളത്, ഏതാണ് കുറവുള്ളത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പിക്ചർ കാണാം. ഈ പിക്ചറിൽ എന്താണ് മനസ്സിലാവുന്നത്? നമുക്കെല്ലാം വ്യത്യസ്തമായി ഇരിക്കുന്നത് കൊണ്ട് ഏതൊക്കെ കളറുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ? അതിന് കാരണം അത് സെപ്പറേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ എന്ന രീതിയിൽ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യാണ്. അവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നില്ലേ? നേരത്തെ റോക്സിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ് നോക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മണി ടേംസിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1000 രൂപ, 2000 രൂപ അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കണം ഈ ട്രാൻസാക്ഷൻസ്. അത് മുഴുവനായോ പാർട്ട്ലി ആയോ ആയിരിക്കണം. ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഓർ AICPA ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലോട്ട് എത്തുന്നത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമ്മറൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഈ ചെയ്ത ഡേറ്റയിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്? നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയതോ വന്നതോമായ ട്രാൻസാക്ഷൻസിൻ്റെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ: ജേർണൽ, ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്. ഓക്കെ, ഈ സ്റ്റെപ്പുകളിലൂടെയെല്ലാം നമുക്ക് പോകുന്നതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ആവശ്യമായ കാര്യമാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു വൗച്ചറോ, ഒരു ബില്ലോ, ഇൻവോയ്സോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനെ എവിഡൻസായി കാണിക്കാൻ പറ്റുന്ന എന്തുമാകാം. ഈ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡെഫിനേഷനിൽ കണ്ടതുപോലെ റെക്കോർഡിംഗ് ചെയ്യുന്നത്. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിംഗ് എന്ന് പറയുന്നു. ജേർണൽ എൻട്രീസ് യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ ജേർണൽ തയ്യാറാക്കുന്നത്. ഇനി ചെയ്യേണ്ടതാണ് ക്ലാസിഫൈങ്. ക്ലാസിഫൈങ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഡേറ്റയെ പല ഹെഡ്സുകളായി തിരിക്കുകയാണ്. ഓരോ ഹെഡുകളും ഓരോ ലെഡ്ജറായാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി വരുന്നതാണ് ട്രയൽ ബാലൻസ്. ലെഡ്ജർ ബാലൻസുകളുടെ ഒരു സമ്മറിയാണ് ട്രയൽ ബാലൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് ജേർണലൈസ് ചെയ്ത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് മാറ്റി അതിൻ്റെ ട്രയൽ ബാലൻസ് നമ്മൾ ഫോം ചെയ്ത് വെച്ചേക്കാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഒന്ന് ബാലൻസ് ഷീറ്റും രണ്ടാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റവന്യൂസിൻ്റെയും കോസ്റ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഒരു സമ്മറിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ക്വിക്ക് വീഡിയോ ആണ് കണ്ടത്. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു.